ഇറ്റ്സ് മീ ജുവാന. അപ്പോൾ അതേ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു വലിയ പാരിജാത മരം കണ്ടോ. അത് എല്ലാ വർഷവും ഈ സമയമാകുമ്പോഴേക്ക് നിറച്ച് പൂക്കളെന്ന് പറഞ്ഞാൽ നിറച്ച് പൂക്കളായിരിക്കും. ഈ പൂക്കൾക്ക് നല്ല മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ പൂമ്പാറ്റയും എന്താ പറയുക വണ്ടുകളൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ എന്താ പറയുക പൂക്കളെന്ന് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. ഇതുണ്ടല്ലേ കുഞ്ഞു പൂക്കൾ ഇഷ്ടംപോലെ നിലത്തിങ്ങനെ വീണ് കിടപ്പുണ്ട്. എപ്പോഴും മഴ പെയ്യുന്ന പോലെ ആയിരിക്കും നമുക്കിങ്ങനെ പൂക്കൾ കിട്ടുന്നത്. പക്ഷെ ഇതിന് നല്ല മണമായിരിക്കും കേട്ടോ ഇങ്ങനത്തെ പാരിജാത പൂക്കളിനിപ്പോൾ. ഇത് ഇഷ്ടംപോലെ നമുക്കിവിടെ വീണ് കിടപ്പുണ്ട്. ഇതില്ല വലിയ മരമാണ്, നിറച്ചിങ്ങനെ പന്തലിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാരിജാത പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലേ ഓരോ കുലകുലയായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. എന്താ നല്ല വെള്ള പൂക്കളാണ്, നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു തണൽ മരം കൂടിയാണ് നമ്മുടെ ഈ പാരിജാതം. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഈ പാരിജാത മരത്തിൻ്റെ ചോട്ടിൽ ഇതാണ് പാരിജാതം.